കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ഉണ്ടോ? സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് വിചാരിച്ച് ലൈവിൽ വന്നതാണ്. അപ്പോ നമ്മുടെ സ്വസ്തികയിലെ ഗോപിഗോപന്മാരെല്ലാവരും ഓടി വായോ, നമുക്ക് കഥ കേൾക്കണ്ടേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. റിജുദാസൻ ഹരേ കൃഷ്ണ. കൃപാ സുരാജ് ഹരേ കൃഷ്ണ. അനീഷ് പുതുവേലി ഹരേ കൃഷ്ണ. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാന് ഒരു കാര്യം, ഒരു കഥ, ഒരു ഇൻഫർമേഷൻ, ഒരു അറിവ് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പൊ എല്ലാവരും ഓടി ഓടി വായോ. ഗീത മുന്നൻ, വിജയ പഞ്ചമി, മണികണ്ഠൻ നായർ, ഗ്രീഷ്മ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണു, സന്തോഷമായിട്ടിരിക്കണു എന്ന് വിചാരിക്കുന്നു. രഹസി ഭവന്തം പശ്യതി ദിശി ദിശി രഹസി ഭവന്തം ത്വദദര മധുര മധുനീതി ബന്ധം നാഥാ ഹരേ ജഗൻ നാഥാ ഹരേ സീദതി രാധാ വാസഗൃഹേ നാഥാ ഹരേ ജഗൻ നാഥാ ഹരേ നാഥാ ഹരേ ജഗൻ നാഥാ ഹരേ. 12ാമത്തെ അഷ്ടപതിയാണ് പശ്യതി ദിശി ദിശി. നമ്മുടെ ഈ ലോകത്ത്, അല്ല മീൻസ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പുരാണങ്ങളിലെയൊക്കെ ഉള്ള നെഗറ്റീവ് കഥാപാത്രങ്ങളെ എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവരെ ഇങ്ങനെ വലിയ ആളുകളാക്കുക, അല്ലെങ്കിൽ അവരാണ് ഹീറോ എന്ന് പറഞ്ഞ് കാണിക്കുക. അത് പാട്ടുകളായിട്ടും അതിങ്ങനെ കഥകളായിട്ടും കവിതകളായിട്ടും സാഹിത്യങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ദൈവിക പരിവേഷമുള്ള ഇപ്പൊ ശ്രീരാമനെ ആണെങ്കിലും ശ്രീകൃഷ്ണനെ ആണെങ്കിലും ഒക്കെ വളരെ മോശമായിട്ട് മനുഷ്യരുടെ മനസ്സിൽ ചിത്രീകരിപ്പിക്കുക. അതിപ്പോ ഒരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് രാവണന്മാരുടെ ഫാൻസ് ഉണ്ട്. കുറേ രാവണ ഫാൻസ് ആണ്. രാവണൻ അങ്ങനെയാണ്, രാവണൻ 10 തലയുള്ള ആളായിരുന്നു, ബുദ്ധിയുള്ള ആളായിരുന്നു, രാവണൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് രാവണനെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുക, അത് പാട്ടുകളായിട്ട് പാടി നമ്മുടെ യൂത്ത് ആയിട്ടുള്ള കുട്ടികളെ മിസ്ലീഡ് ചെയ്യുക. രാവണനെ അങ്ങോട്ട് അതായത് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി സീതാദേവിയെ തൊട്ട് നശിപ്പിച്ചില്ല, എന്നിട്ടും രാവണനാണ് മോശക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് രാവണനെ അങ്ങോട്ട് മഹത്വവൽക്കരിക്കുക. സത്യം പറഞ്ഞാല് ഈ മഹത്വവൽക്കരിക്കുക എന്ന് പറയുമ്പോ രാവണന് മഹത്വമുണ്ട്. രാവണൻ ശിവഭക്തനായിരുന്നു. രാവണന് ഒരുപാട് ബുദ്ധി ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു.
കാരണം എന്തുകൊണ്ടാ ആ പൈതൃകമായിട്ട് കിട്ടിയതും പിന്നെ വാസനയുണ്ട്. ആരാണ്? ജയവിജയന്മാരാണല്ലോ. രാവണന് 18ഓളം ശാപങ്ങള് രാവണനായിട്ട് ജീവിക്കുമ്പോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും രാവണനായിട്ട് ജനിക്കാനുണ്ടായത് തന്നെ ഒരു ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു ഭക്തനിൽ നിന്നുണ്ടായ ശാപം കാരണമാണ്. അപ്പൊ ഒരു ശാപമാണ് ഒരു കാരണം ഉണ്ടാവും. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവണോ അല്ലെ? രാവണൻ എന്ന് പറയുന്ന ഒരു അധർമ്മി ഭൂമിയിൽ ജനിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം സംഭവിച്ചു. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യം സംഭവിച്ചത്. അത് ഭഗവാന്റെ വൈകുണ്ഠത്തില് നടന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്കൊക്കെ അറിയാന്നുള്ള കാര്യമാണ്. ജയവിജയന്മാര് സനത്കുമാരന്മാര് വന്നപ്പോ അവരെ തടഞ്ഞു, അവരെ ആക്ഷേപിച്ചു. സനൽകുമാരന്മാര് ശപിച്ചതാണ്, ഭഗവാന്റെ ദ്വാരപാലകരായിട്ട് നിൽക്കുന്ന നിങ്ങള് ഞങ്ങളെ പോലുള്ള ഭക്തന്മാര് വന്നപ്പോ ഞങ്ങളെ അടിക്കുക, ഞങ്ങളെ ഉപദ്രവിക്കുക, ഞങ്ങളെ പിടിച്ച് തള്ളുക. സനൽകുമാരന്മാര് ഭഗവാന്റെ വലിയ ഭക്തരാണ്. അവരെ വൈകുണ്ഠവാസിയായി ഭഗവാനെ കാണാൻ വേണ്ടിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നപ്പോ ജയവിജയന്മാർക്കാണ് ഭഗവാന്റെ ഒരു കവാടം എന്താ പറയാ സെക്യൂരിറ്റി ചുമതല കൊടുത്തിരിക്കുന്നത് ജയവിജയന്മാർക്കാണ്. അപ്പൊ ആ ജയവിജയന്മാർ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഭഗവാന്റെ അടുത്ത ആളുകളായി കഴിഞ്ഞു. ഭഗവാൻ എപ്പോ വേണമെങ്കിലും ചെന്ന് കാണാം. ഭഗവാന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ മുന്നില് അഹംഭാവം ഉണ്ടായി. ജയവിജയന്മാർക്ക് അഹം എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ടായി. അവര് വലിയ ആളുകളാണ്. പക്ഷേ അവരെക്കാളും വലിയ 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 ഭക്തന്മാരുണ്ട്. ഭക്ത ശിരോമണികളുണ്ട്, ജ്ഞാനികളുണ്ട്. അവരില് സനൽകുമാരന്മാരെന്ന് പറയുന്ന എപ്പോഴും അവർക്ക് 5 വയസ്സേ ഉള്ളൂ എന്നാ പറയണത്. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ്. അപ്പൊ ആ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാര് സനൽകുമാരന്മാര് വരുമ്പോ കവാടത്തിൽ തടഞ്ഞു നിർത്തുക മാത്രമല്ല, ആക്ഷേപിക്കുകയും ദേഹ ഉപദ്രവവും ചെയ്യുകയും ചെയ്തു, തള്ളി മാറ്റുകയും ചെയ്തു. അപ്പൊ സനൽകുമാരന്മാര് എല്ലാവരും ഇങ്ങനെ ചെയ്യും ജയവിജയന്മാര്. പക്ഷേ എപ്പോഴാണ് പ്രശ്നം വരിക? ഭഗവാന്റെ പ്യോർ ഡിവോട്ടീസിന് വേദന സംഭവിക്കുമ്പോ അപ്പോഴാണ് പ്രശ്നം വരിക. അപ്പോ ഭഗവാന്റെ ഭക്തനായ സനൽകുമാരന്മാർക്ക് ഭയങ്കര വിഷമായി. അവര് ശപിക്കുകയാണ്, ഇത്രയും മൂഢമായിട്ട് ഇത്രയും അഹംഭാവികളായിട്ട് നിങ്ങൾ മാറിയോ എങ്കിൽ നിങ്ങൾ ഭൂമിയില് അസുരന്മാരായിട്ട് ജനിക്കും, രാക്ഷസ കുലത്തിൽ നിങ്ങള് ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ഭഗവാന്റെ സെക്യൂരിറ്റീസിനെ. അപ്പോ ഭഗവാന്റെ സെക്യൂരിറ്റീസ് പറയും, ഇത് ഞങ്ങൾക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ്, ഇങ്ങനെ ചെയ്യണം, ഞങ്ങള് ഞങ്ങളുടെ കർമ്മമാണ് ചെയ്തത്. അപ്പൊ സനൽകുമാരന്മാർ പറയും, എന്ത് കർമ്മമാണെങ്കിലും അതിനൊരു സഭ്യതയുണ്ട്, അത് അതിര് കടക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്ത് ഞങ്ങളെ തള്ളിയോ മുന്തി മാറ്റാൻ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് മോശക്കാരാണെന്ന് തോന്നിയോ? അപ്പൊ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, ഞങ്ങളുടെ ശാപം എന്തായാലും ഏറ്റിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ശാപം കൊടുക്കണ കാണുമ്പോ ഭഗവാൻ ഓടി വരും. ഭഗവാൻ പറയും, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കരുതേ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എന്റെ ദ്വാരപാലകന്മാരായ സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഇവരെ എനിക്ക് വേണം, നിങ്ങളെയും ഭക്തജനങ്ങളായ നിങ്ങളെ എനിക്ക് വേണം, രണ്ടുപേരെ എനിക്ക് വേണം. പക്ഷെ എന്റെ ഭക്തൻ ശപിച്ചു കഴിഞ്ഞാല് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തായാലും ഭൂമിയിൽ പോയി അസുരന്മാരായിട്ട് ജനിച്ചേ പറ്റുള്ളൂ. അപ്പൊ പറയും, ഞങ്ങൾ എന്താ ചെയ്യാ ഭഗവാനെ, ഞങ്ങള് അങ്ങയുടെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഈ ശാപം ഏൽപ്പിക്കണം? അപ്പൊ ഭഗവാൻ പറയും, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് 7 ജന്മം വേണോ? 7 ജന്മം ഭൂമിയിൽ പോയിട്ട് നല്ല ജന്മം, നല്ല അസുരന്മാരായിട്ട് ജനിച്ചിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട ഒരു 4 ജന്മം തരാം. അത് മതിയോ? എങ്കിൽ പെട്ടെന്ന് കാര്യമൊക്കെ കഴിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് തന്നെ മരണം സംഭവിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരാം, ഏത് വേണോന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞങ്ങൾക്ക് ഏറ്റവും വൃത്തികെട്ടവന്മാരായിട്ടുള്ള അസുരന്മാരായിട്ടുള്ള ജന്മം തന്നാൽ മതി. അപ്പോ ഭഗവാൻ വേഗം വരുമല്ലോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിട്ട്, എന്നിട്ട് കൊന്നിട്ട് ഞങ്ങൾക്ക് വേഗം തിരിച്ചിവിടെ വൈകുണ്ഠത്തിലേക്ക് വരാമല്ലോ എന്ന് പറയും. നോക്കൂ, അപ്പോ ഈ സനൽകുമാരന്മാരുടെ ശാപം കാരണം രാവണ കുംഭകർണന്മാരായ വിജയന്മാരാണ് ഈ ഭൂമിയിൽ ഈ കണ്ട കാര്യങ്ങളൊക്കെ, മോശം പ്രവൃത്തികളൊക്കെ ചെയ്തത്. എന്തിനാ? ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ട്, എത്രയും പെട്ടെന്ന് തിരിച്ച് വൈകുണ്ഠത്തിൽ എത്താൻ വേണ്ടിയിട്ട്. രാമാനുജരുടെ വിശിഷ്ട അദ്വൈതത്തില് ഫ്രീ സോൾസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് ഭൂമിയിൽ 3 തരത്തിലുള്ള ആത്മാക്കളാണുള്ളത്. ഫ്രീ സോൾസ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വില്ലിങ്, ഭഗവാൻ നിശ്ചയിച്ചിട്ട് അവർ ഭൂമിയിൽ വരും, അവരുടെ കാര്യം കഴിയും, അവർ തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകും. പിന്നെ ബോണ്ടഡ് സോൾസ് ഉണ്ട്, അതായത് ബന്ധതരായിട്ടുള്ള സോൾസ്, അതാണ് സാധാരണ ജീവാത്മാക്കള്. അവരിങ്ങനെ ജനിക്കുക മരിക്കുക, പല പല ജന്മങ്ങൾ എടുക്കണു, അനിമൽസ് ആവണു, സസ്യങ്ങളാകുന്നു, മരങ്ങളാകുന്നു, അവരുടെ കർമ്മം തീർന്ന വരെ അവരിങ്ങനെ ജനിച്ചു മരിച്ചോണ്ടിരിക്കും. അതാണ് ബൗണ്ടഡ് സോൾസ്. ഇനി അവരിൽ തന്നെ എപ്പോഴാണോ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാവണം, അത് ജന്മജന്മാന്തരങ്ങൾ കഴിയുമ്പോഴായിരിക്കും കേട്ടോ. അതാണ് റിലീസ്ഡ് സോൾസ് എന്ന് പറയുന്നത്. അവര് റിലീസായി ഈ കർമ്മചക്രത്തിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അവര്
അതില്ലാതായി ഭഗവാനിലേക്ക് അങ്ങോട്ട് പോവാണ്. പിന്നെ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല. ആ സോൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ലാണ്ടാവുകയാണ്. പിന്നെ 3 സോൾസിനെ പറ്റിയിട്ടാണ് വിശിഷ്ട അദ്വൈതത്തിൽ രാമാനുജാചാര്യർ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിൽ ഫ്രീ സോൾസ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഡിവൈൻ സോൾസ്, അതായത് സൂപ്പർ ഹ്യൂമൻസ് ആണ് ഇവരെല്ലാം. രാവണനായിരുന്നാലും ശ്രീരാമസ്വാമി ആയിരുന്നാലും ഇതെല്ലാം സൂപ്പർ ഹ്യൂമൻസ് ആണ്. അവരെല്ലാം അവരുടെ ഒരു പർപ്പസിന് വേണ്ടി വരുന്നു, അവരത് ചെയ്യണു, പിന്നെ തിരിച്ചു പോകുന്നു. ഇവരുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ തമ്മിൽ തല്ലും പിടിയും കൂടാണ്. രാവണനാണ് നല്ലത്, രാവണൻ അതാണ്, രാവണൻ ഇതാണ്. രാവണൻ ഏറ്റവും മോശം പ്രവൃത്തികള് ചെയ്തു, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള വാസനകൾ അദ്ദേഹത്തിന് കൊടുത്തത് ഈശ്വരനാണ്. അപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള മോശം പ്രവൃത്തികൾ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏറ്റവും പെട്ടെന്ന് ഭഗവാനിന്റെ കൈകൊണ്ട് മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ കർമ്മം ആ ശാശ്വതമായ എറ്റേണൽ ബോഡി, ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ജയവിജയന്മാരുടെ ബോഡിയിലേക്ക് അവർക്ക് തിരിച്ചു പോകണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ജന്മം കൊടുത്തു. അവരുടെ പേര് പറഞ്ഞിട്ടാണ് കേവല ജീവാത്മാക്കൾ തമ്മിൽ തല്ലുന്നത്. ഇനി രാവണൻ എന്തൊക്കെ ശാപങ്ങളാ രാവണനായിട്ട് ജനിച്ചപ്പോ കിട്ടിയിട്ടുള്ളത്? രാവണൻ അത്ര വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിരുന്നില്ല. അദ്ദേഹം ഒരുപാട് മോശം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത്രയും ആ സോളിന് അത്രയും ഭക്തി, ശിവഭക്തി ഉണ്ടായിരുന്നു, അത്രയും വേദശാസ്ത്രജ്ഞാനം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഭഗവാൻ ഒരു വിപരീത ബുദ്ധിയും കൂടെ കൊടുത്തു. അതാണ്, നല്ല പാട്ട് പാടാൻ കഴിവുണ്ടാവും, നല്ല ഡാൻസ് കളിക്കാൻ കഴിവുണ്ടാവും, നല്ല വാക്ചാതുര്യം ഉണ്ടാവും. പക്ഷേ ഈശ്വര നിഷേധികളാകുമ്പോ, അല്ലെങ്കിൽ ഈശ്വരനെ എതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ അങ്ങോട്ട് വിപരീത ബുദ്ധിയും കൊടുക്കും. അപ്പോ കുപ്രസിദ്ധിയായിരിക്കും വരിക. സുപ്രസിദ്ധിയല്ല വരിക, കുപ്രസിദ്ധിയായിരിക്കും വരിക. അപ്പോ അങ്ങനെയാണ് ഇപ്പോഴത്തെ പല ആളുകളുടെയും രീതി എന്ന് പറയുന്നത്. കുപ്രസിദ്ധിയാണ്. എല്ലാം നെഗറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രചരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രശസ്തി ആർജിക്കാൻ നോക്കുക. അതാണ് കുപ്രസിദ്ധി എന്ന് പറയുന്നത്. അത് വിപരീത ബുദ്ധി കാരണമാണ് ഉണ്ടാവുന്നത്. അത് ഭഗവാൻ കൊടുക്കുന്നതാണ്. അവരുടെ കർമ്മവും വാസനകൾക്കും അനുസരിച്ച് ഭഗവാൻ കൊടുക്കുന്നതാണ്. അപ്പൊ അവർക്ക് നേരായ വഴികളിലേക്ക് പോകാൻ ഭഗവാൻ തോന്നിപ്പിക്കണം. അതിന് അവര് തന്നെ പ്രാർത്ഥിക്കണം, അല്ലെ അവർക്ക് അതിനുള്ള ബുദ്ധി തോന്നൽ കൊടുക്കണം. അത് അവരുടെ പ്രാരാബ്ധ കർമ്മമാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെറും സാക്ഷികൾ മാത്രം, അത് കണ്ടോണ്ടിരിക്കുക എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നേരായ ബുദ്ധി കൊടുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇനി രാവണനെ മഹത്വവൽക്കരിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് രാവണൻ ചെയ്ത വലിയ വലിയ മഹത്തായ കാര്യങ്ങൾ? ഒന്നാമതായിട്ട് രാവണന് ശാപം കൊടുക്കുന്നത് ഒരു നളകുബേര ശാപം. നളകുബേരന്മാരറിയാലോ, നളകുബേരനും മണിഗ്രീവനും നമ്മുടെ കുബേരന്റെ മക്കളാണ്. അവരാണ് ദ്വാപരയുഗത്തിലെ 2 മരങ്ങളായിട്ട് വരികയും പിന്നെ ഭഗവാൻ അവർക്ക് ശാപമോക്ഷം കൊടുക്കുന്നത് ഭഗവാന്റെ ദാമോദര ലീലയിലൂടെ. അപ്പോൾ ഈ നളകുബേരന്റെ പ്രണയിനിയാണ് അതിസുന്ദരിയായ അപ്സര സ്ത്രീയായ രംഭ. അപ്പൊ ഒരിക്കല് കുബേരൻ എന്ന് പറയുന്നത് രാവണന്റെ ജന്മശത്രുവാണ്, സഹോദര സ്ഥാനീയനാണ്, പക്ഷെ ജന്മശത്രുവാണ്. രാവണന് അവകാശപ്പെട്ട സ്ഥലമായിരുന്നില്ല ലങ്ക. കുബേരന് വേണ്ടിയിട്ട് കൊടുത്തതാണ് ലങ്ക മഹാദേവൻ. അപ്പൊ കുബേരനെ അവിടെ നിന്ന് അടിച്ചോട്ടിച്ചിട്ടാണ് അവിടെ രാവണൻ ആധിപത്യം സ്ഥാപിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ അളകാപുരി കൊടുക്കും, മഹാദേവൻ അളകാപുരിയിലേക്ക് കൊടുക്കും. പക്ഷെ സുവർണ ലങ്കയെക്കാൾ ഏറ്റവും സുവർണ ലങ്ക എന്ന് പറഞ്ഞാൽ സ്വർഗ സമാനാണെന്നാണ് പറയുന്നത്. അതുപോലെ വളരെ ശാന്ത സുന്ദരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ പറഞ്ഞ അളകാപുരിയും. പക്ഷെ എന്നാലും ലങ്കയോളം എത്തില്ല എന്നാ പറയുന്നത്. അപ്പൊ ലങ്കയുടെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്നിട്ട് രാവണൻ കാണാൻ പോവാണ് എന്താണ് ഈ മഹാദേവൻ കുബേരന് കൊടുത്ത അളകാപുരി ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊരിക്കൽ അളകാപുരി സന്ദർശിക്കാൻ പോകും. അപ്പൊ അവിടെ പോയി തിരിച്ചു വരുമ്പോഴാണ് നളകുബേരനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന രംഭയെ വഴിയിൽ വെച്ച് കാണുന്നത്. അപ്പൊ രംഭയെ കാണുമ്പോ തന്നെ ഈ രാവണൻ എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ കുട്ടികളുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ വളരെ ലസ്റ്റി ആയിട്ടുള്ള ഒരു ആളായിരുന്നു. മാത്രമല്ല പെട്ടെന്ന് സൈക്കോ സ്വഭാവമാണ്, പെട്ടെന്ന് സ്വഭാവം ചേഞ്ച് ആവുന്ന ആളുമാണ്, സൈക്കോ ആണ്. അപ്പോ ഒരു സമയം തോന്നുന്നു രാവണൻ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനാണെന്ന് നമുക്ക് തോന്നും ചില കാര്യങ്ങൾ. അതിന്റെ തൊട്ട് അടുത്ത നിമിഷം തന്നെ അദ്ദേഹം പെട്ടെന്ന് ചേഞ്ച് ആവും, അന്യന്റെ സ്വഭാവം കാണിക്കും. അന്യൻ സിനിമയിൽ വിക്രമന്റെ സ്വഭാവം കാണിക്കും രാവണൻ, പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പൊ അതാണ് രാവണന്റെ സ്വഭാവം. അപ്പൊ രംഭ ഇങ്ങനെ പോകുമ്പോ രാവണൻ രംഭേ എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് രംഭയോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ച് പെട്ടെന്ന് ആണ് പുള്ളിയുടെ സ്വഭാവം അങ്ങോട്ട് മാറുക. കടന്ന് പിടിച്ചുകൊണ്ടുപോയി ഒരു സെക്ലൂഡഡ് ആയിട്ട് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവരെ പീഡിപ്പിക്കുന്നു, റേപ്പ് ചെയ്യാണ്. എന്നിട്ട് അവര് വിഷമിച്ച് സങ്കടപ്പെട്ട് ഓടി നളകുബേരന്റെ അടുത്തെത്തും. നളകുബേരൻ ചോദിക്കാൻ ചെല്ലും, പക്ഷെ രാവണനെ തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ രാവണൻ അഹങ്കാരിയായിട്ട് നിൽക്കുകയാണ്, നീ എന്നെ എന്താ ചെയ്യാ? അപ്പോ പാവം നളകുബേരൻ പറയും,
നിനക്ക് നോക്കിക്കോ, നിനക്കുള്ള എല്ലാ സിദ്ധികളും ഇതോടുകൂടി നശിച്ചിരിക്കുകയാണ്. രാവണന് ഒരുപാട് സിദ്ധിയുണ്ട്. ഇങ്ങനെ ആകാശത്തൂടെ പറക്കാൻ പറ്റും, ചെറിയ ആളാവാൻ പറ്റും, വലിയ ആളാവാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കുറെ സിദ്ധി ഉണ്ടായിരുന്നു. ആ രംഭയെ നശിപ്പിച്ചതോടുകൂടി രാവണന്റെ സിദ്ധികളൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാം എടുക്കും, എന്നിട്ട് സ്വന്തം സ്വഭാവം കൊണ്ട് എല്ലാം നശിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു രാവണൻ. പിന്നെ അതിലും വർഷങ്ങൾക്ക് മുമ്പ് രാവണന് വേറൊരു സ്ത്രീയിൽ നിന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട്. കുശധ്വജൻ എന്ന് പറയുന്ന ഒരു മഹാമുനിക്ക് വളരെ കാലത്തെ തപസ്സിന് ശേഷം ഒരു മകള് ജനിക്കും. അതും ലക്ഷ്മിയുടെ അംശമായിട്ടുള്ള കുഞ്ഞിന് വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെ ആ കുഞ്ഞിന്റെ പേരായിരുന്നു വേദവതി. അപ്പൊ വേദവതി ചെറുപ്പം മുതലേ മഹാവിഷ്ണുവിനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഒരിക്കല് കുശധ്വജൻ വസിക്കുന്ന ആ സ്ഥലത്തിന്റെ ആശ്രമത്തിന്റെ സൈഡിൽ കൂടെ ആ വേദവതി തപസ് ചെയ്യുന്ന അടുത്ത് രാവണൻ വരികയും വേദവതിയെ കാണുമ്പോൾ രാവണന് ഒരുപാട് സ്നേഹം തോന്നി. അതായത് ലസ്റ്റിമാൻ ആണല്ലോ, കാമം തോന്നുകയും അവരെ പിടിച്ച് ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോ അവര് വേറൊരു അന്യപുരുഷനാൽ സ്പർശിക്കപ്പെട്ട് അവർക്കത് വളരെ മോശമായിട്ടാ തോന്നിയത്. കാരണം അവര് ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ കയ്യിൽ കയറി കടന്നു പിടിച്ചപ്പോ അവര് അശുദ്ധയായി എന്ന് തോന്നുകയും അവർ ചിത കൂട്ടി, അവരുടെ യോഗശക്തി കൊണ്ട് ചിത കൂട്ടി അതിൽ ചാടി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ ഇനി അടുത്ത ജന്മം എടുത്തു വരും, നിന്റെ മരണത്തിന് ഞാനായിരിക്കും കാരണം. ഇപ്പൊ എന്റെ മരണത്തിന്, എന്റെ നടക്കാതെ പോയ സ്വപ്നം, എന്റെ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം എന്നുള്ള എന്റെ സ്വപ്നം നടക്കാതെയാണ് ഞാനിപ്പോ മരണപ്പെടുന്നെങ്കിൽ നിന്റെ മരണത്തിന് ഞാനായിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ടാണ് വേദവതി ചിതയിൽ ചാടിയിട്ട് ആത്മാഹുതി ചെയ്യുന്നത്, ആ യോഗ പവർ കൊണ്ട്. ആ വേദവതിയാണ് സീതാദേവിയായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. സീതാദേവിയിൽ ആ വേദവതിയുടെ അംശം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന് ഭർത്താവായിട്ട് കിട്ടുകയും ചെയ്തു ശ്രീരാമസ്വാമിയെ. അപ്പൊ അങ്ങനെ ഒരു ശാപവും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ ശാപം. മൂന്നാമത്തെ ശാപം ബ്രാഹ്മണ ശാപം. അപ്പൊ ഈ രാക്ഷസ കുലത്തിലാണ് നമ്മുടെ രാവണൻ ജനിച്ചത്. അപ്പൊ രാവണന് ബ്രാഹ്മണര് അതിന്റെ മേലെയുള്ള കുലങ്ങളോടൊക്കെ ഭയങ്കര അസൂയായിരുന്നു. അപ്പൊ ബ്രാഹ്മണരോട് ഭയങ്കര അസൂയായിരുന്നു. അപ്പൊ ബ്രാഹ്മണരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉപദ്രവിക്കുക, അവരെയൊക്കെ പിടിച്ചിട്ട് ഒന്ന് ഞോണ്ടി വിടുക, ഒന്ന് ഉപദ്രവിച്ച് വിടുക, അത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായിരുന്നു. അപ്പോ ഒരിക്കല് അദ്ദേഹത്തിന് ഒരു വിഗ്രഹം ലഭിച്ചു. അതായത് കൈലാസത്തിൽ പോകുമ്പോ എനിക്ക് പാർവതി ദേവിയെ പൂജിക്കണം എന്ന് പറയുമ്പോ ശിവൻ ത്രിപുരസുന്ദരി വിഗ്രഹം കൊടുക്കും. എന്നിട്ട് അത് നീ ലങ്കയിൽ കൊണ്ടുപോയി പൂജിച്ചാൽ നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് പറയും. പക്ഷെ ഐശ്വര്യം ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. അപ്പോ രാവണന് എപ്പോഴും ദുർബുദ്ധി വരും, സൈക്കോ സ്വഭാവം എപ്പോഴും വരും. അപ്പൊ എന്താ പറ്റാന്ന് പറഞ്ഞാൽ രാവണൻ ഈ വിഗ്രഹം കൊണ്ട് ലങ്കയിൽ ഇരുന്നിട്ട് ആലോചിക്കുക എന്താ ചെയ്യേണ്ടത്. ഇത് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഒരു വലിയൊരു യാഗവും ഹോമമൊക്കെ നടത്തണം. ആര് വരും? ഒരു ബ്രാഹ്മണരെയും വിളിച്ചാൽ വരില്ല. കാരണം എല്ലാവർക്കും രാവണനെ പേടിയാണ്. കാരണം രാവണൻ എന്തെങ്കിലും ചെയ്തിട്ട് ദ്രോഹിക്കും. അപ്പൊ ആരും വരുന്നില്ല. അങ്ങനെ ഒരാള് വരാന്ന് സമ്മതിച്ചു. പക്ഷെ വരാൻ അയാൾ പുറപ്പെടുമ്പോ പലരും പറയും പോകരുത്, രാവണനാണ് ആള്, രാവണൻ എന്തെങ്കിലും ചെയ്ത് ദ്രോഹിക്കും. പക്ഷെ വരാന്ന് ഏറ്റുപോവുകയും ചെയ്തു രാവണനോട്. അപ്പോ അദ്ദേഹം വല്ല ജാതിയും ലങ്കയിൽ എത്തുമ്പോ 7 ദിവസം വൈകിപ്പോകും. 7 ദിവസം വൈകിയതിന് 7 ദിവസം അദ്ദേഹത്തെ ജയിലിലിട്ട് പൂട്ടിയിട്ട് പീഡിപ്പിച്ചു രാവണൻ, ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാണ്ട്. അപ്പൊ ആ ബ്രാഹ്മണന്റെ ശാപമുണ്ട്, നിന്നെ ഇതുപോലെ 7 ദിവസം നീയും ഭക്ഷണവും അന്നവും കഴിക്കാതെ നീയും ബുദ്ധിമുട്ടുന്ന ഒരു കാലം നിനക്കും സംഭവിക്കും. നീ ഇതുപോലെ മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലം നിനക്കും ഉണ്ടാവും എന്ന് പറഞ്ഞ് രാവണനെ ആ ബ്രാഹ്മണൻ ശപിക്കുന്നുണ്ട്. പിന്നെ അങ്ങ് കൈലാസത്തില് ശരവണ പൊയ്കയിൽ പോകും. എന്തിനാന്ന് വെച്ചാല് ശിവനെയും പാർവതിയെയും ശിവഭഗവാന്റെ പുത്രൻ ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവണന്. അതായത് ശിവഭക്തനാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ തന്നെക്കാളും വലിയൊരു ഭക്തൻ ശിവൻ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടെന്ന് താൻ അറിയാനും പാടില്ല. അങ്ങനെ ഒരു അസൂയുണ്ട്. ശരിക്കും ഭക്തർക്ക് അങ്ങനെ ഒരു അസൂയ ഉണ്ടാവാൻ പാടില്ല. അതായത് എന്നെക്കാളും വലിയൊരു ആള് ഭക്തനായിട്ട് ഭഗവാൻ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇല്ല എന്ന തോന്നലിൽ നടക്കുക. ആ അഹംഭാവം എപ്പോഴും രാവണനുണ്ട്. ഞാനാണ് ശിവന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറഞ്ഞിട്ട്. അതിനൊരിക്കലെ ശരവണപ്പൊയ്കയിൽ പോയി തിരിച്ചു വരുമ്പോ നന്ദികേശ്വരൻ ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയാണ്, ശിവനെ ധ്യാനിക്കുകയാണ്. അപ്പൊ നന്ദികേശ്വരന്റെ സ്വതവേ രാവണന് ഇഷ്ടമല്ല. കാരണം എപ്പോഴും ശിവഭഗവാന്റെ കൂടെ നടക്കുന്ന ആളാണ്. ശിവന്റെ പരമഭക്തൻ ആരാ? നന്ദികേശ്വരൻ. അദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്തെ ഏതൊരു ഭക്തനും. അപ്പോ ഈ നന്ദികേശ്വരനെ കണ്ടപ്പോ രാവണൻ ഒന്ന് ചൊറിയാൻ തോന്നി.
അപ്പോ നന്ദികേശ്വരനെ കാണുമ്പോ വാ നരൻ എന്ന് വിളിക്കും. വാ നരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതെന്താ ഇത് മനുഷ്യനാണോ, ഇത് മൃഗാണോ എന്ന രണ്ടും അല്ലാത്ത രീതിയിലുള്ള ആളുകളെ വാ നരൻ എന്ന് വിളിക്കണം. വാ നരൻ എന്ന് പറഞ്ഞാല് മനുഷ്യനല്ല മൃഗമല്ല, ഇതെന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപമുള്ളവരെ നമ്മൾ വാനരൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും കുരങ്ങിന്റെ മാത്രം പേരല്ല വാനരൻ, അത് വാനരനാണ്. അതായത് മനുഷ്യനല്ല എന്ന മൃഗമല്ലാത്ത ഒരു രൂപം. അപ്പൊ അതുപോലെയാണ് നന്ദികേശ്വരൻ ഇരിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വാനര എന്നങ്ങോട്ട് വിളിച്ചു. അപ്പൊ അതാർക്ക് ഇഷ്ടപ്പെട്ടില്ല? നന്ദികേശ്വരൻ ഇഷ്ടപ്പെട്ടില്ല. നന്ദികേശ്വരൻ അപ്പൊ തന്നെ ശപിക്കും. നോക്കിക്കോ, ഒരു വാനരനെ കൊണ്ട് നിനക്ക് ഉണ്ടാവുന്ന കഷ്ടപ്പാടുകള് ഒരാൾക്കും പറയാൻ പറ്റില്ല. വാനരനെ കൊണ്ട് നിനക്കുണ്ടാവും കഷ്ടപ്പാട്. വാലിൽ തീ കൊളുത്തി വിട്ടില്ലേ, ആ ദുർബുദ്ധി തോന്നിപ്പിച്ചത് പണ്ട് നന്ദികേശ്വരൻ ശപിച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ശാപം നമ്മുടെ രാവണന് നാലാമതൊരു ശാപം കിട്ടി. പിന്നെ അഞ്ചാമത് ശാപം വസിഷ്ഠ മുനിയുടെ ശാപാണ്. ഇപ്പോ രാവണനാണെങ്കിൽ വേദവും വേദാന്തവും ഒക്കെ പഠിക്കണമെന്ന് വലിയ ആഗ്രഹം. പക്ഷെ ഒരാളും പഠിപ്പിച്ചു കൊടുക്കില്ല. അഗസ്ത്യ മുനി മുത്തച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണ്. അഗസ്ത്യ മുനി പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാ മുനിമാർക്കും. ഈ രാവണൻ വന്നാൽ ഒന്നും പഠിപ്പിച്ചു കൊടുക്കരുത്. കാരണം രാവണന് ദുർബുദ്ധിയാണ്. എന്ത് കാര്യം പഠിച്ചാലും അത് മോശം കാര്യത്തിനെ ഉപയോഗിക്കുള്ളൂ, നല്ല കാര്യത്തിന് ഉപയോഗിക്കില്ല. വിപരീത ബുദ്ധിയാണ്. അപ്പൊ വേദ ശാസ്ത്രങ്ങൾ ഒന്നും പഠിപ്പിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ വസിഷ്ഠ മുനിയോട് ചെന്നിട്ട് എനിക്ക് കുറച്ച് വേദശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കും. വസിഷ്ഠ മുനി പറയും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പഠിപ്പിച്ചു തരില്ല എന്ന് പറയും. അപ്പോ വസിഷ്ഠ മുനിയെ എന്ത് ചെയ്യും? ബന്ധനസ്ഥനാക്കിയിട്ട് അങ്ങോട്ട് പോകും രാവണൻ. ആ മുനിയെ ബന്ധനസ്ഥ ഒരു മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് രാവണന്റെ പാട്ടിന് അങ്ങോട്ട് പോകും ലങ്കയിലേക്ക്. പാവം മുനി കടന്ന് ബഹളം വെച്ച് വിളിക്കുമ്പോ സൂര്യവംശത്തിലെ ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ പേര് കുവലയാശ്വൻ എന്നാണ് ആ രാജാവിന്റെ പേര്. സൂര്യവംശ രാജാവ്, ഇക്ഷാകു വംശത്തിലെ ഒരു രാജാവ് വരികയും കാട്ടിലെന്തോ കാട്ടിലിങ്ങനെ അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ വസിഷ്ഠ മുനിയുടെ ഒച്ചയും വിളിയും കേട്ടിട്ട് ഒന്ന് നോക്കുമ്പോ വസിഷ്ഠ മുനിയെ കെട്ടിയിട്ടിരിക്കുക. അപ്പൊ അദ്ദേഹം വന്ന് റിലീസ് ചെയ്യും, അതായത് രക്ഷപ്പെടുത്തും അദ്ദേഹത്തിനെ, വസിഷ്ഠ മുനിയെ. അപ്പോ വസിഷ്ഠ മുനി പറയും, ആ ദുഷ്ടദ്രോഹിയായിട്ടുള്ള രാവണനാണ് എന്നെ ഇവിടെ കെട്ടിയിട്ടത്. അവന്റെ കുലത്തിന് നാശം സംഭവിക്കുന്നത് നിന്റെ കുലത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടായിരിക്കും എന്ന് അനുഗ്രഹവും കൊടുക്കും, മറ്റേ ആൾക്ക് ശാപവും. ഒരേ സമയം ശാപവും ഒരാൾക്ക് അനുഗ്രഹം കൊടുത്തു. അപ്പൊ സൂര്യവംശത്തിലെ രാജാവിനാലായിരിക്കും രാവണന്റെ അന്ത്യം സംഭവിക്കാന്ന് അന്ന് വസിഷ്ഠ മുനി പറഞ്ഞു. അപ്പൊ ആ ഒരു ശാപം വസിഷ്ഠ മുനിയുടെ ശാപമുണ്ട്. അടുത്തത് അഷ്ടാവക്രമുനി. അഷ്ടാവക്രമുനി എന്ന് പറഞ്ഞാൽ ആരാണ്? രാധാറാണിയുടെ പ്രിയ ഭക്തനാണ്, ഭഗവാന്റെ പ്രിയ ഭക്തനാണ് അഷ്ടാവക്രമുനി. അഷ്ടാവക്ര ഗീതയൊക്കെ രചിച്ചിട്ടുള്ള വലിയ ജ്ഞാനിയായിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 8 വളവുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തെ കളിയാക്കും. നമ്മള് വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കുസുമ സരോവരത്തിന്റെ അടുത്ത് അഷ്ടാവക്രമുനി തപസ് ചെയ്ത സ്ഥലമുണ്ട്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥാനം അതാണെന്നാണ് പറയുന്നത്, കുസുമ സരോവരം വൃന്ദാവനത്തില്. അപ്പൊ അഷ്ടാവക്രമുനിയെ കാണുവാണ് ഒരു ദിവസം. എവിടെ വെച്ചിട്ട്? ശ്ലേഷ്മാതല പർവ്വതത്തിൽ പോകുമ്പോ അവിടെ അഷ്ടാവക്ര മുനി അങ്ങനെ നടന്നു വരികയാണ്. അദ്ദേഹത്തിന് 8 വളവുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം നടന്നു വരിക. അപ്പൊ ഇത് കാണുമ്പോ ഭയങ്കര സുന്ദരനാണല്ലോ രാവണൻ. രാവണന് ഈ വൈരൂപ്യം കാണുമ്പോ വല്ലാത്ത തമാശയായിട്ട് ഒരു കോമാളിയായിട്ടാണ് തോന്നുക. അങ്ങനെ അതായത് തന്റെ സൗന്ദര്യത്തിൽ അധികമായി അഹങ്കരിച്ചിരുന്ന ആളും കൂടിയായിരുന്നു ആര്? രാവണൻ. അദ്ദേഹത്തിന് മറ്റുള്ള വിരൂപരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി കളറൊക്കെ കുറഞ്ഞ അല്ലെങ്കിൽ ഇത്തിരി വിരൂപമുള്ള ആളുകളെ കണ്ട അദ്ദേഹം കളിയാക്കുന്ന ആളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവണനെ ഭയങ്കരമായിട്ട് പറയുന്ന ആളുകൾ ആലോചിച്ച് നോക്കൂ. അപ്പോ രാവണൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ അഷ്ടാവക്ര മുനിയെ കണ്ടിട്ട് കളിയാക്കി. അദ്ദേഹത്തിന്റെ ഈ വളവുകൾ കണ്ടപ്പോ അദ്ദേഹത്തിനെ കളിയാക്കി. അത് മാത്രല്ല ഒറ്റ ചവിട്ടുകൂടെ കൊടുത്തിരിക്കുക പാവത്തിന്. വയ്യാണ്ട് ഇങ്ങനെ നടന്നു വരുന്ന ആ അഷ്ടാവക്ര മുനിക്ക് ഒരു ചവിട്ടുകൂടെ കൊടുത്തിട്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് രാവണൻ പോവാണ്. അപ്പോ അഷ്ടാവക്ര മുനി ശപിക്കും, നിന്റെ സ്വഭാവം ചപലമായിട്ടുള്ള കപ്പികളുടെ കുരങ്ങുകളുടെ സ്വഭാവമാണ്. എന്നെ ഈ ചവിട്ടിയതുപോലെ നിനക്കും ഒരു ദിവസം വാനരന്മാരുടെ അതൊക്കെ കുരങ്ങന്മാരുടെ കയ്യിൽ നിന്ന് നിനക്കും ചവിട്ട് കിട്ടും, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അഷ്ടാവക്ര മുനി അന്ന് ശപിച്ചിട്ടുണ്ട്. പിന്നെ ദത്താത്രേയ മുനിയുടെ ശാപം കിട്ടിയിട്ടുണ്ട്. ദത്താത്രേയൻ ആരാണെന്ന് അറിയാലോ, ഭഗവാന്റെ തന്നെ അവതാരാണ്. നമ്മള് ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ദത്താത്രേയ മുനിയെ ഭഗവാന്റെ ഒരു അവതാരമായിട്ടാണ് പറയുന്നത്. അത്രിയുടെ അനസൂയയുടെയും പുത്രനായിട്ട് 3 അംശങ്ങളിലാണ്, ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെ അംശത്തിലാണ് ദത്താത്രേയ മുനി ജനിച്ചിരിക്കുന്നത്. ദത്താത്രേയ മുനി ഒരു അവധൂതൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ശാപവും കിട്ടിയിരിക്കണം.
കിട്ടിയിട്ടുണ്ട്, നമ്മുടെ രാവണന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ ശാപം കിട്ടിയത്? ദത്താത്രേയ മുനി തന്റെ ഗുരുവിന് വേണ്ടിയിട്ട് മന്ത്രപൂരിതമായിട്ട് ഒരു കുംഭം നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇല്ലാത്ത തക്കം നോക്കി രാവണൻ അത് അപഹരിക്കുകയും ആ വെള്ളം തന്റെ ശിരസിൽ അഭിഷേകം ചെയ്യുകയും ചെയ്തു. സ്വന്തം ഗുരുവിന് വേണ്ടി വെച്ചിരുന്ന ആ ഒരു എന്താ പറയാ മന്ത്രകുംഭം, തീർത്ഥകുംഭം എടുത്തിട്ട് സ്വയം അഭിഷേകം ചെയ്തു രാവണൻ. അപ്പോ ദത്താത്രേയ മുനി ശപിക്കും, നിന്റെ ഈ തല, ഈ ശിരസ്, എന്റെ മന്ത്രപൂരിതമായ ആ വെള്ളത്തിനെ നീ അശുദ്ധാക്കിയിരിക്കണം. അപ്പൊ നിന്റെ തലയും അശുദ്ധാവും. ഒരു ബുദ്ധി വിവേകവും ഇല്ലാത്ത കപികളുടെ ചവിട്ടേറ്റ് നിന്റെ ഈ തലയും അശുദ്ധാവും എന്ന് അന്ന് ദത്താത്രേയ മുനിയും ആരെ ശപിക്കും? രാവണനെ ശപിക്കും. അപ്പോ ദത്താത്രേയ മുനിയുടെ ശാപായി. അടുത്തത് ദ്വൈപായനൻ എന്ന് പറയുന്ന മുനി ശപിച്ചിട്ടുണ്ട്. ദ്വൈപായന മുനി ശപിക്കുന്ന എന്തിനാ വെച്ചാൽ ദ്വൈപായന മുനി ഇപ്പൊ ഈ രാവണന്റെ ഒരു പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബ്രാഹ്മണരെ ഇഷ്ടമല്ല, മുനിമാരെ ഇഷ്ടമല്ല, സന്യാസിമാരെ ഇഷ്ടമല്ല. ഇവരെയൊക്കെ പോയിട്ട് ഉപദ്രവിക്കും. ഇവരുടെയൊക്കെ ബ്ലഡ് ശേഖരിച്ച് വെച്ച് കുടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയായിരുന്നു. അപ്പോ നമ്മള് എന്താ രാമായണത്തിന്റെ പേര്, രാമായണം പല പല രാമായണം ഉണ്ട്. അതിലൊരു രാമായണത്തിൽ ഇത് പറയുന്നുണ്ട്. അതായത് മുനിമാരുടെ ബ്ലഡ് ശേഖരിച്ച് വെച്ചിട്ട് കുടിക്കുക, മുനിമാരെ ഉപദ്രവിച്ചിട്ട്. ഇത് രാവണന്റെ ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ അങ്ങനെ ദ്വൈപായന മുനിയുടെ ഇതുപോലെ പർണശാലയിൽ കയറി പോകുമ്പോ അവിടെ അദ്ദേഹത്തിന്റെ സഹോദരി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാല്, ഈ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാല് രാവണൻ ലസ്റ്റി മാനാണ്. രാവണന്റെ മണ്ടോദരിയുടെ കഥ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, രാവണന്റെ കൊട്ടാരത്തിലെ ഗന്ധർവ സ്ത്രീകള്, മറ്റേ അപ്സര സ്ത്രീകള്, ഗന്ധർവ സ്ത്രീകള്, മറ്റേ പലതരത്തിലുള്ള മനുഷ്യ സ്ത്രീകള്, രാക്ഷസ സ്ത്രീകള്, സുന്ദരിമാരായ സ്ത്രീകളെ, അതിപ്പോ അവർ കല്യാണം കഴിഞ്ഞതാണോ ചെറിയ കുട്ടികളാണോ ഒന്നും രാവണൻ നോക്കില്ല. അവരെയൊക്കെ അപഹരിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ച അടിമകളാക്കി, സെക്ഷൽ സെർവൻസ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. രാവണന്റെ കൊട്ടാരത്തിലെ ഒരു അന്തപുരം മുഴുവൻ ഇങ്ങനെ അടിമകളാക്കി വെച്ചിരിക്കുന്ന സ്ത്രീകളാണ്. അപ്പൊ പാവം മണ്ടോദരി ഇതൊക്കെ കണ്ട് കഷ്ടപ്പെട്ട് നിശബ്ദയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളായിട്ട് നടക്കുന്ന മണ്ടോദരിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ രാവണൻ ഈ പറയുന്ന ദ്വൈപായനന്റെ സഹോദരിയെ ബലമായിട്ട് പിടിച്ച് ചുംബിച്ചിട്ട് എന്ത് ചെയ്തു? അവരുടെ ചുണ്ട് കടിച്ച് പൊട്ടിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ദ്വൈപായന മുനി വന്ന് നോക്കുമ്പോ എന്താ പറയാ, സഹോദരിയുടെ ചുണ്ടില്ല, ചുണ്ട് കടിച്ച് മുറിച്ചു കളഞ്ഞു രാവണൻ. അപ്പോ ആണ് ദ്വൈപായന മുനി ശപിക്കും, നിന്റെ സഹോദരിക്ക് ഇതേ ഗതി വരും, അവരുടെയും ശരീരങ്ങൾക്ക് അംഗഭംഗം സംഭവിക്കും, അത് കണ്ട് നീ ലജ്ജിച്ച് നീ വേദനിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ട് ദ്വൈപായന മുനി ശപിക്കും. അങ്ങനെയാണ് ശൂർപ്പണഖയ്ക്കാണ് അത് കിട്ടുന്നത്. ആ ശാപത്തിന്റെ പകുതി ഫലം പോകുന്നത് ശൂർപ്പണഖയ്ക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ശാപമുണ്ട് രാവണന്. പിന്നെ മാണ്ഡവ്യ മുനിയുടെ ശാപമുണ്ട്. മാണ്ഡവ്യ മുനി ഇങ്ങനെ ഒരു തപസ് ചെയ്യാണ് ഒരു ഗിരിശൃംഗത്തിൽ. അപ്പൊ ആ സ്ഥലത്താണ് ഹണിമൂണിന് വേണ്ടിയിട്ട് രാവണൻ മണ്ടോദരിയായിട്ട് പോണത്. അപ്പൊ രാവണൻ മണ്ടോദരിയായിട്ട് പോകുമ്പോ അപ്പോ ഭാര്യമാരുടെ മുന്നിൽ വെച്ചിട്ട് വലിയ പുരുഷത്വം കാണിക്കുക എന്നുള്ളത് ആണുങ്ങളുടെ ഒരു ചില വീക്കായിട്ടുള്ള ആണുങ്ങളുടെ സ്വഭാവമാണല്ലോ. സ്ത്രീകളുടെ മുന്നിൽ വെച്ച് വലിയ ആളാണെന്ന് കാണിക്കുക. അപ്പൊ അതുപോലെ അത്രേ ഉള്ളൂ രാവണൻ. അപ്പൊ മണ്ടോദരിയെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് പാവം മാണ്ഡവ്യ മുനി അവിടെ ഇരുന്ന് തപസ് ചെയ്തപ്പോ എന്താ, ഇപ്പൊ ചില പിള്ളേര് കണ്ടിട്ടില്ലേ റാഗിങ് ചെയ്യുന്നത്, സ്കൂളിൽ കോളേജിലൊക്കെ റാഗിങ് കണ്ടിട്ടില്ലേ, സീനിയേഴ്സിനെ കാണുമ്പോ മാനിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് എന്താടാ ഒന്ന് സല്യൂട്ട് അടിച്ചിട്ട് പോടെ എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? അതുപോലെ രാവണൻ പിടിച്ചിട്ട് മാണ്ഡവ്യനോട് പറയും, നീ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കണ, എനിക്ക് പോടെ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ചവിട്ട് കൊടുത്തിട്ട് ഒരു അടി കൊടുത്ത് വിട്ടു എന്നാ പറയണ. അപ്പൊ മാണ്ഡവ്യ മുനി ശപിച്ചു, നിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഈ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ നിനക്കും അടി കിട്ടും, ഇവൾക്കും കിട്ടും അടി. നിന്റെ മുന്നിൽ വെച്ചിട്ട് ഈ മണ്ടോദരിക്കും വാനരന്മാരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ അടി കിട്ടും എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് മാണ്ഡവ്യ മുനി. പാവം. അപ്പൊ ഈ റാഗിങ് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഓർക്കുക, കർമ്മ ഈസ് ബൂമറാങ്, എപ്പോഴെങ്കിലും ഇതൊക്കെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോ അത്രി ശാപം. അടുത്തത് ശാപം അത്രി മുനിയുടെ ശാപം. അത്രി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദത്താത്രേയ മുനിയുടെ അച്ഛനാണ്.
അപ്പൊ അത്രിയും അനസൂയയും കാട്ടിലാണല്ലോ വസിക്കുന്നത്. അനസൂയ അമ്മ എന്ന് പറഞ്ഞാല് ഞാൻ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അനസൂയ അമ്മ പാതിവൃത്യത്തിന്റെ എന്താ പറയാ മൗലി മുകുടാണ്. നമ്മുടെ ധർമ്മം ശാസ്ത്രപ്രകാരം അനസൂയ അമ്മയെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അനസൂയ അമ്മ എന്ന് പറയുമ്പോൾ നല്ല തലമുടിയൊക്കെ നരച്ചിട്ടാണെങ്കിലും നല്ല സുന്ദരിയാണ്, ഒരു ഭയങ്കര സൗന്ദര്യാണ്. ആ അമ്മയും അത്രി മഹർഷിയും ഒരിക്കലും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഈ കാട്ടിലുള്ള മുനിമാരെയൊക്കെ പോയി ദ്രോഹിക്കും. അപ്പൊ അവരാരാണെന്നൊന്നും അറിയാതെയാണ് ഈ രാവണൻ തന്റെ കിങ്കരന്മാരെ വിടുന്നത്. അപ്പൊ ഇങ്ങനെ കിങ്കരന്മാരെ വിടുമ്പോ അത്രിമുനിയുടെ ആശ്രമത്തില് കയറിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അത്രിമുനിയുടെ അനസൂയമ്മ ഇറങ്ങി വന്നിട്ട് ഇത് ആരാ ഇതൊക്കെ ചെയ്യുന്നത്, എന്താടാ എന്ന് പറയുമ്പോ നീ ആരാടാ കിഴവി, നീ ഏത് കിഴവിയാന്ന് പറഞ്ഞിട്ട് ആ അമ്മയുടെ തലമുടിയിൽ പിടിച്ച് വലിച്ച് തറയില് എഴയ്ക്കും രാവണൻ. അപ്പൊ ഇത് കണ്ടോണ്ട് വരുന്ന അത്രിമുനി വിടടാ എന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് രാവണനെ ശപിക്കാൻ ഒരുങ്ങും. അപ്പൊ രാവണന് അപ്പോഴാ മനസ്സിലാവുന്നത് ഇത് അത്രിമുനിയാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ പിന്നെ അവിടെ നിൽക്കില്ല, അവിടെ നിന്ന് ഓടും. അപ്പോ അങ്ങനെ ഓടുന്നതിനിടയിൽ അത്രിമുനി ശപിക്കുകയും ചെയ്യും, നിന്റെ ഭാര്യ ഇതുപോലെ തലമുടിയിൽ പിടിച്ച് വലിച്ചഴച്ചോണ്ട് വരുന്നത് കണ്ട് നിസ്സംഗനായി നിൽക്കാൻ നിനക്ക് യോഗം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ രാമായണം വായിക്കുമ്പോ പലരും പറയും, ആ മണ്ടോദരിയെ ഇങ്ങനെ തലമുടി പിടിച്ച് വലിച്ച് അഴച്ചുകൊണ്ടുവന്ന് വാനരന്മാരെ എന്തൊക്കെ ഉപദ്രവിച്ചു, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലാണ് നമ്മുടെ ഇപ്പൊ ഭാര്യ ഭർത്താവ് കുട്ടികളൊക്കെ അനുഭവിക്കാന്ന് പറയണ പോലെ ഈ രാവണൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് അതിന്റെ ഫലം മണ്ടോദരിക്ക് കൂടെ അനുഭവിക്കേണ്ടി വന്നത്. അതാ ശാപത്തിന്റെ ഫലം കൊണ്ടാണ്. അടുത്തത് നാരദ ശാപം. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ രാവണനൊരു സൈക്കോ സ്വഭാവമുണ്ട്. രാവണൻ വളരെ സ്നേഹമായിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കും നമ്മളടുത്ത്. അതുകൊണ്ട് പെട്ടെന്നാണ് ആളുടെ ആ ഭീകര രാക്ഷസ സ്വഭാവം വരാം. അപ്പൊ നാരദ മുനിയെ ഒരു ദിവസം കാണും. നാരദ മുനിയോട് ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നാരദ മുനി തമാശയൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് പെട്ടെന്ന് നാരദ മുനിയോട് പറയും, എനിക്ക് പ്രണവത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞതാ എന്ന് പറയും. അപ്പോ നാരദമുനി അത് പറഞ്ഞു കൊടുക്കോ? ഇല്ല, ഭക്തനെ പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുള്ളൂ നാരദമുനി. അത് മാത്രമല്ല നാരദമുനിക്ക് അറിയാം ഇദ്ദേഹത്തിന് ഈ പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ അത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുള്ളൂ. അത് ശരിയായ അർത്ഥം ആള് ഗ്രഹിച്ചിട്ട്, ഇപ്പോ നമ്മള് ചില അറിവുകൾ ചില ആളുകൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീത എല്ലാവർക്കും ഉപദേശിക്കരുതെന്ന് ഭഗവാൻ പറയുന്നത്. കാരണം അത് വായിച്ചിട്ട് അല്ലെ അത് നെഗറ്റീവായിട്ട് അവർ പ്രചരിപ്പിക്കുള്ളൂ. അവർക്ക് ആ ഒരു വാസനയാണ്, ദുർവാസനയാണ് അവർക്ക് ഒരിക്കലും ദൈവികമായ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അവരുടെ വാസന അങ്ങനെയുള്ളതാണ്. ഇപ്പൊ പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം രാവണന് പറഞ്ഞു കൊടുത്താല് രാവണൻ അത് നെഗറ്റീവായിട്ടേ അത് പ്രചരിപ്പിക്കുള്ളൂ. അതിന്റെ വിപരീതമായിട്ട് അത് അയാള് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലത് ആയിട്ട് വന്നാലും അത് അയാളിലൂടെ അത് മറ്റുള്ളവർക്ക് ദോഷമായിട്ടേ വരുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോ നാരദമുനി പതുക്കെ സ്കൂട്ടാവും അവിടെ നിന്ന്. അപ്പൊ നാരദമുനിയെ അങ്ങ് പിടിച്ചു നിർത്തും. പിടിച്ചിട്ട് നാരദമുനി പറയും, നിന്റെ നാവ് ഇപ്പൊ ഞാൻ പിഴുതെടുക്കും, വേഗം പറഞ്ഞോ. അത്ര നേരം നല്ലോണം സംസാരിച്ചോണ്ടിരുന്ന ആള് പെട്ടെന്ന് അന്യനായി മാറും. നാരദമുനി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിട്ട് ഓടുന്നാ പറയുന്നത്. അതോടൊപ്പം നാരദമുനി ശപിക്കുകയും കൂടി ചെയ്യും. എന്റെ നാവ് പിഴുതെടുക്കും എന്ന് പറഞ്ഞ നിന്റെ നാവ് ഉള്ള 10 തലയും ഒരാള് പറിച്ചെടുക്കും. നോക്കിയോ, ഭഗവാൻ വന്ന് നിന്റെ 10 തലയിലുള്ള എന്റെ നാവല്ലേ പറിച്ചെടുക്കാന്നല്ലേ നീ പറഞ്ഞ, നിന്റെ തല പറിച്ചെടുക്കൂടാ എന്ന് പറഞ്ഞിട്ട് നാരദമുനി ജീവനും കൊണ്ട് ഓടുന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ അതുപോലെ ഋതുവർമ്മ എന്ന് പറയുന്ന ഒരു ശാപമുണ്ട്. വളരെ സാത്വികനായിട്ടുള്ള ഋതുവർമ്മ തന്റെ പത്നിയോടൊപ്പം, ധർമ്മപത്നിയായിരുന്നു മദനമഞ്ജരി എന്ന് പറയുന്ന പത്നിയോടൊപ്പം വളരെ സാത്വികമായിട്ട് ഭഗവാനെയും ഭജിച്ചുകൊണ്ട് കാട്ടിൽ വസിക്കുമ്പോ ഇതുപോലെ മുനിമാരെ ഇഷ്ടമല്ലല്ലോ, സന്യാസി വര്യന്മാരെ ഇഷ്ടമല്ല രാവണന്, ദുർബുദ്ധിയുള്ളവർക്ക് ഇഷ്ടമല്ല. അപ്പോ അദ്ദേഹത്തിന്റെ പർണശാലയിൽ ഇതുപോലെ കേറിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ അപമാനിക്കുകയാണ്, റേപ്പ് ചെയ്യാണെന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അതായത് ഒരു മുനി ഭഗവാനെ പ്രാർത്ഥിച്ച് സാത്വികമായിട്ടിരിക്കുന്ന രാവണനെക്കാളും വയസ്സിന് വളരെയധികം മുതിർന്ന പ്രായമുള്ള വാനപ്രസ്ഥ ദമ്പതികൾ എന്നാണ് പറയുന്നത്. ആ വാനപ്രസ്ഥ ദമ്പതികളിലെ സ്ത്രീയെ അപമാനിച്ചു രാവണൻ. അങ്ങനെ രാവണനെ ശപിക്കുകയാണ്, നീ ഒരു മനുഷ്യനാൽ ഉടനെ തന്നെ മരണമടയുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത്രയൊക്കെ ചെയ്ത ആളെയാണ് ഇവിടെയുള്ള കുറെ ആളുകള് രാവണനാണ് എന്റെ ഹീറോ,
ഓരോരുത്തരുടെ മനസ്സിലുള്ള വ്യാപാരങ്ങളാണ് ഓരോരുത്തരെ ഓരോ ആളുകളെ ഫോളോ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ മനസ്സിലുള്ള ഈ ദുഷ്ട വൃത്തികെട്ട വിചാരങ്ങൾ ഉള്ളവരാണ് ഇങ്ങനെയുള്ള അധാർമികമായി ജീവിക്കുന്ന ആളുകളെ ഫോളോ ചെയ്യുന്നത്. അപ്പോ മൗൽഗവ്യ ശാപം എന്ന് പറഞ്ഞൊരു ശാപം കിട്ടിയിട്ടുണ്ട് രാവണന്. അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ കാരണം, ഒരു സാമാന്യ ബുദ്ധിയുള്ള അല്ലെങ്കിൽ എത്ര ക്രൂക്കഡാണ്, എത്ര സൈക്കോ ആണ് രാവണൻ എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ഈ മൗൽഗവ്യ മുനിയുടെ ശാപം കിട്ടാൻ. മൗൽഗവ്യ മുനി ഒരു ഭയങ്കര യോഗിയാണ് കേട്ടോ. അപ്പൊ ആ മൗൽഗവ്യ മുനി ഭയങ്കര ആസനങ്ങളൊക്കെ അറിയാം, യോഗാസനങ്ങളൊക്കെ അറിയാന്നുള്ള വലിയ യോഗിയാണ്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ യോഗദണ്ഡിൽ ഇങ്ങനെ താങ്ങിയിട്ട് ആ യോഗദണ്ഡിൽ ഈ പെടലി ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം പത്മാസനത്തില് ഹസ്ത പത്മാസനത്തില് അങ്ങനെ യോഗ നിദ്രയിൽ ഇങ്ങനെ കിടക്കാണ്. അദ്ദേഹത്തിന് ഇടുപ്പ് താങ്ങുന്നത് ഈ യോഗദണ്ഡാണ്. എന്നിട്ട് അവിടെ ഹംസനിദ്ര യോഗത്തിൽ അങ്ങനെ അദ്ദേഹം കിടക്കാണ്, ആ ദണ്ഡിൽ ഇങ്ങനെ ഈ പെടലി വെച്ചിട്ട്. അവിടെ ഒരു ദിവസം രാവണൻ കയറി വരും. എന്നിട്ട് രാവണൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ആ ദണ്ട് അങ്ങോട്ട് ചന്ദ്രഹാസം എന്നുള്ള തന്റെ വാളുകൊണ്ട് ഒറ്റ വെട്ടിന് ആ ദണ്ട് അങ്ങ് പൊടിച്ചു കളയും. അപ്പോ ഈ ദണ്ടിന്റെ മുകളിൽ അങ്ങനെ ബാലൻസ് ചെയ്ത് കിടക്കുന്ന ആ മുനി താഴെ വന്ന് വീഴുകയും അദ്ദേഹത്തിന്റെ നട്ടൽ ഒടിയുകയും ചെയ്യാണ്. അപ്പൊ അദ്ദേഹം അന്ന് ശപിക്കും, ഇനി മുതൽ നിന്റെ ചന്ദ്രഹാസം ഒരിക്കലും വർക്ക് ചെയ്യില്ല. നീ ആർക്കെതിരെ ഇത് പ്രയോഗിക്കുന്നോ ആരുടെ അടുത്തും ഈ ചന്ദ്രഹാസം ഇനി പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ശാപവും, ചന്ദ്രഹാസം ശിവഭഗവാൻ കൊടുത്ത വാളാണ്, അതിന്റെ ശക്തി ഇല്ലാണ്ട് ആക്കിയത് ഈ ഒരു സൈക്കോ പ്രവൃത്തി കാരണം അത് ഇല്ലാണ്ടായി. അടുത്തത് ബ്രാഹ്മണീ ജനനീ ശാപം. കുറേ സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വശംവദരാകുന്നവരെ പിടിച്ചുകൊണ്ട് ലങ്കയിലേക്ക് കൊണ്ടുപോകും, അല്ലാത്തവരെയൊക്കെ പീഡിപ്പിച്ച് അവിടെ ഇട്ടിട്ട് പോകും. അതാണ് ആളുടെ സ്വഭാവം. അപ്പോ സമുദ്രതീരത്താണല്ലോ ലങ്ക. അപ്പോ സമുദ്രത്തിന്റെ അപ്പുറത്ത് കരയില് ഇപ്പൊ ഉള്ള നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ തീരത്ത്, നമ്മുടെ ആ സമുദ്ര തീരത്ത് കുറെ ബ്രാഹ്മണ കുമാരിമാര്, പെൺകുട്ടികളെ അമ്മമാരുടെ കൂടെ സമുദ്രം കാണാനായിട്ട് വരും. അപ്പൊ അവിടെ രാവണനും കൂട്ടാളികളും വന്ന് നിപ്പുണ്ടാവും. അപ്പൊ ഈ ബ്രാഹ്മണ സുന്ദരിമാരായ കുട്ടികളെ കാണുമ്പോ രാവണൻ അവരെയൊക്കെ പീഡിപ്പിക്കുന്ന പറയുന്നത്. അപ്പോ അവരുടെ അമ്മമാരുടെ കൺമുന്നിൽ വെച്ചിട്ട്, എന്നിട്ട് ഈ കുട്ടികൾ കരഞ്ഞ് അമ്മയുടെ അടുത്ത് വരുമ്പോ ആ അമ്മമാര് ശപിക്കും, നീയും നിന്റെ കുടുംബാംഗങ്ങളും നിന്റെ കുലത്തിലെ സ്ത്രീകളും ഇതുപോലെ അപമാനിക്കപ്പെടും ഒരിക്കല് എന്ന് പറഞ്ഞിട്ട് അവര് ശപിക്കുന്നുണ്ട്. അങ്ങനെ ബ്രാഹ്മണീ ജനനീ ശാപമുണ്ട്. അടുത്ത അഗ്നിയുടെ ശാപമുണ്ട്. അഗ്നിദേവന്റെ ഭാര്യയായ സ്വാഹയെ അപമാനിക്കാൻ പോകും. അപ്പൊ അഗ്നിദേവൻ, അതായത് എന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചിട്ട് ഭാര്യ അപമാനിക്കാൻ തുടങ്ങിയ നിന്റെ ഭാര്യ നിന്റെ കൺമുന്നിൽ വെച്ചിട്ട് അപമാനിക്കപ്പെടും എന്ന് പറഞ്ഞ് അഗ്നിദേവൻ ശപിക്കും. അടുത്ത അനരണ്യ ശാപം. അത് വളരെ സങ്കടമുള്ള ഒരു കഥയാണ് കേട്ടോ, അനരണ്യന്റെ കഥ. സൂര്യവംശത്തിലെ ഒരു പാവം രാജാവായിരുന്നു അനരണ്യൻ, വളരെ ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു. അങ്ങനെ സൂര്യവംശത്തിലെ രാജാക്കന്മാരോട് എന്താ പറയാ, ഒരിക്കല് ഈ രാവണൻ യുദ്ധത്തിന് വരും. അപ്പൊ അനരണ്യൻ ഒരുപാട് പൊരുതി അവസാനം രാവണനും തോറ്റിട്ടില്ല അനരണ്യനും തോറ്റിട്ടില്ല എന്നുള്ള മറ്റില് രണ്ടുപേര് ക്ഷീണിച്ചു കിടക്കുമ്പോ രാവണൻ ഒരു അധർമ്മം ചെയ്യും. അദ്ദേഹത്തിന്റെ നെഞ്ചില് ചവിട്ടി അദ്ദേഹത്തിനെ കൊല്ലും. അപ്പൊ അദ്ദേഹം പറയും, എന്നെ കൊല്ലല്ലേ, ഞാൻ വേണമെങ്കിൽ നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നമുക്ക് യുദ്ധം മതിയാക്കാം, ഞാനും നീയും തുല്യ ശക്തികളായിട്ട് പ്രഖ്യാപിച്ചാണല്ലോ, നീ എന്നെ ഇത് ഇങ്ങനെ ചെയ്യരുത്, ഇത് യുദ്ധത്തിലെ അധർമ്മമാണെന്ന് പറയുമ്പോ അത് ചെയ്യാതെ ആ കെഞ്ചിക്കേണ് അപേക്ഷിച്ച രാജാവിന്റെ നെഞ്ചില് കാലമർത്തി വെച്ച് ചവിട്ടി രാവണൻ കൊല്ലുക ആ പാവ രാജാവിനെ. അപ്പൊ രാജാവ് മരിക്കുന്നതിന് മുമ്പ് പറയും, നീ ചെയ്ത അധർമ്മ പ്രവർത്തിക്ക് എന്റെ കുലത്തിലെ തന്നെ ഒരാളായിരിക്കും നിന്നെ വധിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ ആ കുലത്തിൽ തന്നെ ജനിച്ചത്. ആരായിട്ട്? ശ്രീരാമചന്ദ്രനായിട്ട്, സൂര്യകുലത്തിൽ തന്നെ. അനരണ്യന്റെ ശാപം. ആ രാജാവ് ഒരുപാട് ക്രൂരമായിട്ടാണ് ആ രാജാവിനെ കൊല്ലുന്നത് രാവണൻ. ചവിട്ടി കൊല്ലുക ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ശാപമുണ്ട് രാവണന്. അടുത്തത് ബൃഹസ്പതിയുടെ ശാപം. ബൃഹസ്പതിയുടെ മകളാണ് സുലേഖാദേവി. അപ്പോ ഈ രാവണൻ ഈ ദേവലോകമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദേവന്മാരെല്ലാം ഓടി ഒളിക്കും. അപ്പൊ ദേവഗുരുവായ ബൃഹസ്പതി തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിട്ട് വരുമ്പോ
മകൾ ഓടുകയാണ്. എന്താ വെച്ചാല് ഈ രാവണൻ അപമാനിക്കാൻ വേണ്ടി പിറകെ ഓടുന്നുണ്ട്. അപ്പോ തന്റെ മോളെ രക്ഷിച്ച് കൊണ്ടുപോകുമ്പോ രാവണനെ ശപിക്കും. നീ കാമാസക്തനായ നീ ഉടനെ വൈകാതെ തന്നെ ഭഗവാന്റെ ബാണമേറ്റ് നിനക്ക് മരണം ഉണ്ടാവും എന്ന് പറഞ്ഞ് ബൃഹസ്പതി ശപിക്കും. അങ്ങനെ ഒരു ശാപം ദേവലോകത്ത് വെച്ചിട്ട് ബൃഹസ്പതിയുടെ, ദേവഗുരുവായ ബൃഹസ്പതിയുടെ, ആ ഗുരുവും വായുവും ചേർന്നാണ് നമ്മുടെ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചത്. അപ്പൊ ആ ബൃഹസ്പതിയുടെ ശാപവും ആർക്ക് കിട്ടിയിട്ടുണ്ട്? രാവണന് കിട്ടിയിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ബ്രഹ്മദേവന്റെ ശാപം. ആരാണോ ഈ വരമൊക്കെ കൊടുത്തത് ഭഗവാന്റെ കൺസെന്റ് അനുസരിച്ച്, ഒരു മനുഷ്യനാലേ ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മദേവൻ നേരെ ഭഗവാനെ നോക്കി. ഭഗവാൻ പറഞ്ഞു ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. ആ ബ്രഹ്മദേവൻ തന്നെ ശപിക്കുന്നുണ്ട് രാവണനെ. ബ്രഹ്മദേവന്റെ മാനസപുത്രിയായിരുന്നു ഗന്ധർവ സ്ത്രീയായ പുഞ്ചിക. ആ പുഞ്ചികയെ ബലാത്സംഗം ചെയ്യാനായിട്ട് ഓടിക്കും, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാനായിട്ട് ശ്രമിക്കും, കടന്നു പിടിക്കും. അപ്പോ ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പുഞ്ചികയെ രക്ഷിച്ചിട്ട് ബൃഹസ്പതിയുടെ അടുത്ത് കൊണ്ടുവന്നാക്കും. കുറച്ചുനാൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. അതാണ് അഞ്ജനയായിട്ട് പുനർജനിക്കുന്ന ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. എങ്ങനെയാണ് പുഞ്ചിക അഞ്ജനയായിട്ട് ജനിക്കുന്നത്? പുഞ്ചികയ്ക്ക് ഒരു ദേഷ്യമുണ്ട് രാവണനോട്. കാരണം തന്നെ കടന്നു പിടിച്ച് ബലാത്കാരമായി നശിപ്പിക്കാൻ നോക്കിയ രാവണനോട് വൈരാഗ്യമുണ്ട്. അപ്പോ ആ ജന്മം എടുത്ത് അഞ്ജനയായി പിറന്ന് ഹനുമാന് ജന്മം നൽകി. ആ ഹനുമാനും ഒരു കാരണമാണല്ലോ രാവണന്റെ മരണത്തിന്. അഞ്ജന അമ്മ പുഞ്ചികയായിട്ട് ഉള്ള ആ ഗന്ധർവ സ്ത്രീയുടെ ആ വൈരാഗ്യം കൂടിയാണ് അവിടെ ഹനുമാൻ തീർക്കുന്നത്. എന്റെ അമ്മയുടെ വൈരാഗ്യമാണ് ഹനുമാൻ സ്വാമി അവിടെ തീർക്കുന്നത്. അപ്പോ എല്ലാത്തിന്റെ പിന്നിലൊരു കാര്യമുണ്ട്, ഒരു കാരണം. ഒരു കാര്യത്തിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടെന്ന് പറയുന്ന പോലെ പുഞ്ചിക അഞ്ജനയായിട്ട് പുനർജനിക്കാൻ കാരണമാകുന്നത് രാവണന്റെ ഈ ചെയ്തിയാണ്. അങ്ങനെയാണ് ബൃഹസ്പതിയുടെ അടുത്ത് കൊണ്ടുവന്നാക്കുന്നതും ബൃഹസ്പതി പിന്നീട് ശപിക്കുകയും അഞ്ജനയായിട്ട് ജനിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന കഥകളെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോ അങ്ങനെ ഉള്ള രാവണനെ പ്രകീർത്തിക്കുന്നവർ ദയവായി ചിന്തിക്കുക. ഈ 18 ശാപങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരുടെ വീട്ടിലെ സ്ത്രീകളെയും ഒക്കെ ഇങ്ങനെ ഉപദ്രവിക്കുക, അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ നിങ്ങൾ ഹീറോ ആക്കുവോ എന്ന് അവരോട് ചോദിക്കുക. അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫോളോ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇത്രയും അധർമ്മം, എന്തൊക്കെ നല്ലത് ചെയ്തിട്ടും ഇത്രയും വൃത്തികേടുകൾ ചെയ്യുന്ന ഒരാളെ നമുക്ക് എങ്ങനെയാണ്? എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ രാജസ്ഥാനില് ഒരു സ്ഥലത്ത് രാവണന് ഒരു വിഗ്രഹം വെച്ച് പൂജിക്കുന്നുണ്ട്. അത് രാവണന്റെ മഹത്വം കൊണ്ടൊന്നും അല്ല. രാവണന്റെ ഭാര്യയായ മണ്ഡോദരി പഞ്ചകന്യകമാരിൽ ഒരാളാണ്. മണ്ഡോദരിയുടെ ജന്മസ്ഥലമാണ് അത് എന്നുള്ള വിശ്വാസത്തിലാണ് മണ്ഡോദരിയുടെ ഭർത്താവായ രാവണനെ അവര് മരുമകനായിട്ട് കാണുന്നു. മരുമകൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ രാവണന് ഒരു വിഗ്രഹം വെച്ചിട്ട് പൂജിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും അത്രയും എന്താ പറയാ, മോശമായിട്ടുള്ള ആളുകൾക്ക് കൂടി അവരുടെ സ്ഥാനത്തിനെ റെസ്പെക്ട് ചെയ്യുന്നതാണ് സനാതന ധർമ്മം എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം രാവണനെ പ്രകീർത്തിക്കുന്നവരുടെ പിറകെ പോകാൻ എന്ന് യുവാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിനെ മര്യാദയ്ക്ക് പഠിക്കാതെയോ അതിന്റെ തത്വങ്ങളെ തേടിപ്പോകാതെയോ ഒന്നും കുറെ അവിടെ അർത്ഥവും ഒന്നുമില്ലാത്ത കുറെ പാട്ടുകൾ എഴുതി, അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള ചില കാര്യങ്ങള് മുൻനിർത്തിയിട്ട് ഇപ്പൊ ഇവിടെ ജാതി മത വർണ്ണവർഗ വിവേചനം ഒന്നും ഇപ്പൊ ഭാരതത്തിലില്ല. ഇപ്പൊ എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ ഒന്നിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തരണം, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ അപമാനിക്കണം, അങ്ങനെ ഒന്നുമില്ല. അതിന്റെ പ്രസക്തി ഇപ്പൊ അതിന് അപ്രസക്തമായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഈ കാലത്ത് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് പറഞ്ഞുകൊണ്ട് കുപ്രസിദ്ധി ആർജിക്കാൻ നോക്കുന്നവരെ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അവർക്കൊന്നും അർഹിക്കുന്ന അവജ്ഞയോടുകൂടി നമ്മൾ അവരെയൊക്കെ തള്ളിക്കളയണം. അവരെയൊന്നും വലുതായിട്ട് പ്രസിദ്ധി ആർജിക്കാനോ അവർ ഈ പറയുന്ന പോലെ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് ഒന്നും പഠിക്കാതെ നമ്മുടെ പുരാണ പുരുഷന്മാരെയൊക്കെ എടുത്തു വെച്ചിട്ട് ഇപ്പൊ രാവണനെ വലിയ ഗ്ലോറിഫൈ ചെയ്യണതും തെറ്റാണ്, അദ്ദേഹത്തിനെ എന്താ പറയാ ഡീഗ്രേഡ് ചെയ്യുന്നതും തെറ്റാണ്. അവരൊക്കെ നമ്മൾക്ക് ഉള്ള ഓരോ ഉദാഹരണങ്ങളാണ്, തെളിവുകളാണ്. എങ്ങനെ ജീവിക്കണം, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് യുക്തിപരമായിട്ട് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് നമ്മുടെ നാശം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പഠിക്കാനുള്ള ചില ക്യാരക്ടേഴ്സ് ആണ് അവരൊക്കെ.
അല്ലാതെ അവരെ എടുത്തു വെച്ചിട്ട് ഇത് നമ്മുടെ ധർമ്മം, ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ആളുകളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ച് അവരെയൊന്നും വലുതായിട്ട് മഹത്വവൽക്കരിക്കരുത്. അങ്ങനെയുള്ള അധാർമികത പ്രചരിപ്പിക്കുന്നവരെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അവരിനി ഏത് വർഗത്തിൽ ജനിച്ചവരായിരുന്നാലും അതിലും അങ്ങനെ വർഗത്തിൽ ജനിച്ചവരൊക്കെ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശബരി എന്ന് പറയുന്ന ഒരു സാധാരണ ആദിവാസി സ്ത്രീ കഴിച്ച ഫലം കടിച്ചു. എന്നാൽ താടകയെ വധിക്കുകയും ചെയ്തു. കാരണം രണ്ടു സ്ത്രീയാണ്, പക്ഷെ എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല. അപ്പോ അത് മനസ്സിലാക്കുക. ഞാൻ സ്ത്രീയാണ്, എന്നെ അപമാനിച്ചു എന്ന് പറയുമ്പോ ആ സ്ത്രീക്ക് രാക്ഷസീയ ക്യാരക്ടർ ആണെങ്കിൽ ചിലപ്പോ പുരുഷന്മാരെ അപമാനിച്ചെന്നിരിക്കും. രാക്ഷസ സ്വഭാവമുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഭഗവാൻ ചെയ്തതുപോലെ തന്നെ ചിലപ്പോ അപമാനിക്കപ്പെടും, ചിലപ്പോ ഓടി ഒളിക്കേണ്ടി വരും, ചിലപ്പോ പല രീതിയിലുള്ള കഷ്ടങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വരും. അവരുടെ സ്വഭാവം ഈ താമസികമായിട്ടുള്ള രാക്ഷസീയ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ. എന്നാൽ നമ്മുടെ ശബരി അമ്മയെ പോലെയുള്ള സ്ത്രീകള്, സാത്വികമായിട്ടുള്ള സ്വഭാവമുള്ള സ്ത്രീകള്, നമ്മുടെ ഒരുപാട് സ്ത്രീജനങ്ങളെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇപ്പൊ ശൂർപ്പണഖ താമസികമായിട്ടുള്ള രാക്ഷസീയ സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു. അങ്ങനെ ഉള്ള സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരും, പുരുഷന്മാരിൽ നിന്ന് അപമാനം അനുഭവിക്കേണ്ടി വരും. പക്ഷെ അല്ലാത്ത നല്ലതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന സാത്വികരായിട്ടുള്ള സ്ത്രീകളെ ഒരു പുരുഷന്മാരെ അപമാനിക്കാനോ, അത് പോയി കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. ആരും പോകുന്നില്ലല്ലോ. അപ്പൊ എല്ലാ കാലത്തും എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് അവരെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളുക, അവർക്ക് വലിയ ഒരു കുപ്രസിദ്ധി കൊടുക്കാതിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. രാവണന്റെ കഥ എല്ലാവരും കേൾക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവര് ജയവിജയന്മാരാണ്, ഭഗവാന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. അവർ ഭക്തരെ അപമാനിച്ചതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ഗതി വന്നത്. അപ്പൊ ഭക്തരെ അപമാനിക്കുമ്പോ ഭക്തർക്ക് വിഷമം ഉണ്ടാവുമ്പോ അത് ഭഗവാന് വിഷമം ഉണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ എല്ലാം ഒരു കാര്യം ആണ് ഒരു കാരണമായി മാറുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. എല്ലാത്തിന്റെ തെറ്റും ശരിയും ചെകഞ്ഞെടുത്തിട്ട് ആരെയും നമുക്ക് മോശപ്പെടുത്താനോ ഗ്ലോറിഫൈ ചെയ്യാനോ ഒന്നുള്ള അവകാശം നമുക്കില്ല. എല്ലാം ഇതിനൊരു സാക്ഷിയായി നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.